പുതിയ കാലത്ത് അമ്മായിമ്മമാരെ ശ്രദ്ധിക്കാൻ. മരുമക്കൾ ഇടങ്ങാറാക്കുന്ന അമ്മായിമാരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഒരാൾ കുറേ നിസ്കാരം, ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ, ഇതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. കുറേ നിസ്കാരം, കുറേ ദിക്റ്, കുറേ ചൊല്ലല്, 5 പൈസൻ്റെ സ്വഭാവമല്ല. എന്തിനാണ് നല്ലത്? ആകെ നിസ്കരിക്കുന്ന സ്വഭാവം നന്നാവാനാ. തൻഹാൽ ഫഹ്ശാഇ വൽ മുൻകർ, അതിൻ്റെ ഒരു ആകത്തുകയുടെ ഒരു ഭാഗത്ത് സ്വഭാവം നന്നായാൽ വരും. ഈ സ്വഭാവം നന്നാവാനാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, ദിക്റ് ചൊല്ലുന്നത്, ഖുർആൻ പാരായണം, നിസ്കരിക്കുന്നതൊക്കെ. മരുമകളോട് മഹാമോശപ്പെട്ട സ്വഭാവം. മരുമകളൊന്ന് റെസ്റ്റ് എടുത്താൽ അത് പ്രശ്നം. മരുമകൾ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ ഞാൻ പറയാതെ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചത്. ഞാൻ കേസിൽ കാണുന്നതാ, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഈ കഴിഞ്ഞ ആഴ്ച പോലും അങ്ങനെയുള്ള കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു മരുമകൾ ഒരു വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിച്ച് ക്ഷീണിച്ചപ്പോൾ അതിനും കച്ചറ. ഇവിടെ പഞ്ചസാരക്ക് നല്ല വിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മരുമകളെ ഒരു സ്നേഹത്തോടെ. അതേപോലെ ചില ഉമ്മമാരുണ്ട്, അതെന്താ സംഭവം എന്നറിയോ? സ്വന്തം മകളും ഭർത്താവും കൂടെ പുറത്ത് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ഇഷ്ടം. എന്നിട്ട് ഇളയമാക്കും മൂത്തമാക്കൊക്കെ വിളിച്ചു പറയും, എൻ്റെ മോളില്ലേ ഓളം ഭർത്താവ് നല്ല സ്നേഹമുള്ളവരാ, ഒരു മൂന്നാറിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പം അവിടെ അടിമാലിയെത്തി വിളിച്ചിരുന്നു, നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. മകളുടെ ഭർത്താവും കറങ്ങാൻ പോയാൽ നല്ല ഹാപ്പി. സ്വന്തം മകൻ്റെ ഭാര്യനും കൂടി കറങ്ങാൻ പോയിട്ട് ബേപ്പൂര് പോയി വന്നാൽ തള്ളാന്ന് പറയാം. അവിടെ തള്ള തന്നെ പറയാം, ഒന്നും കാര്യം അവിടെ തള്ളാണ്. തള്ളൻ്റെ മോന്തയുടെ ഷേപ്പൊക്കെ മാറിയിട്ട് ചില വീടുകളിൽ എന്തും, ഞാൻ കുറ്റം പറയല്ല, ആ ഉമ്മമാരുടെ ആക്രിപത്ത് അവർ നോക്കണ്ടേ. ശരിക്കും എന്താ വേണ്ടെന്ന് പറയാം, എടാ മകനെ, നീ എന്താടാ കുട്ടിമോനെ, അല്ലെങ്കിൽ കുഞ്ഞപ്പ, അങ്ങനെ പേരുണ്ടാവില്ല, മലപ്പുറം ജില്ലയിലേക്ക് അങ്ങനെ പേരുണ്ട്. എടാ കുട്ടിമോനെ, നീ നിന്റെ ഭാര്യനെയും കൊണ്ട് തരാം മൂന്നാർ പോയിനോടാ, നീ മൂന്നാർ പോകണം, നിനക്ക് 5000 ഉറുപ്പിക വക സംഭാവന ഇടാൻ തരാം, ഭാര്യനെയും കൊണ്ട് ഒരു മൂന്നാറിലേക്ക് ഒരു 3 ദിവസത്തെ യാത്ര പോകണം നീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാത്ത മകനെ പറഞ്ഞേക്കാ വേണ്ടത്. എന്നിട്ട് അതിന് പകരം ഒരു ബീച്ച് കാണാൻ പോയാൽ എന്നിട്ട് പറയും, എടാ എൻ്റെ പാപ്പ സൈതൽവാജി ഞാൻ കുറേ ബീച്ച് കാണാൻ പോയിട്ടല്ല നിങ്ങളൊന്നും ഉണ്ടായത്. അത് എല്ലാവർക്കും അറിയാം, അതല്ല. പക്ഷെ അതല്ല, മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് സംഗതികൾ അന്ന് ബീച്ച് ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ, അതായത് ബീച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ ഉണ്ടായിരുന്നില്ല, അധ്വാനിക്കുന്ന തിരക്കിലായിരുന്നു പാപ്പ. ഇപ്പം അങ്ങനെയല്ല, അത്യാവശ്യത്തിന് പൈസ, സാമ്പത്തികമായ ഒരു ആവറേജ് അവസ്ഥയിലൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പട്ടിണി പാവങ്ങളൊന്നും നമ്മുടെ ഇടയിൽ കുറവാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറവാണ്. അപ്പോൾ ഇവർ കുറച്ച് ലോകം കണ്ടോട്ടെ. അതിനെന്താ പ്രശ്നം? ഇസ്ലാമികമായ രീതിയിൽ പോകണം, ഇസ്ലാമികമായ കാര്യങ്ങൾ പാലിക്കണം. നിസ്കാരം കഥ ആക്കരുത്. ആ യാത്രയിൽ ബർക്കത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് യാത്രകളൊക്കെ പോകണം. എന്നിട്ട് ചില വീടുകളിൽ ഭർത്താവും ഭാര്യയും കറങ്ങി വന്നാൽ അടുക്കളയിലെ പാത്രങ്ങളൊന്നും കഴുകാതെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഓള് വന്നിട്ട് കഴുകട്ടെ, ഓള് തെണ്ടാൻ പോയതല്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു ലാസ്റ്റ്. അങ്ങനെ ഉണ്ട് സാർ, അങ്ങനെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോനെ, ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ആളും കൂടി പാത്രം കഴുകുക, വേണമെങ്കിൽ പാട്ടൊക്കെ അങ്ങോട്ട് പാടുക. അടുക്കള ചെന്നിട്ട് എടി ആ പാത്രം അങ്ങോട്ട് എടുക്കി, എടി മറ്റേ ഇതിങ്ങോട്ട് എടുക്കുന്ന ഭർത്താവും ഭാര്യയും കൂടെ. അപ്പം ഉമ്മക്ക് വേണ്ടിയിരുന്നില്ല എന്നാവും. അപ്പം ഉമ്മ വന്നിട്ട് പറയും, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചെങ്കിൽ വെച്ചയായിരുന്നു, നാളെ രാവിലെ ഞാൻ തന്നെ അങ്ങ് കഴുകിക്കോളാം. വേണ്ട, ഞങ്ങൾ തന്നെ അങ്ങ് കഴുകിക്കോളാവേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തേക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉമ്മാൻ്റെ ആക്രിപത്ത് നോക്കേണ്ട ഈ മക്കള് പെൺകുട്ടികളെയും കെട്ടിക്കൊണ്ടുവന്ന മരുമക്കളെയും 2 കൊണ്ടുകൊണ്ട് കാണരുത്. അതേപോലെ ഞാൻ പറഞ്ഞു, കെട്ടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ മറ്റുള്ള വീടുകളിലെ ആളുകൾ, ഇളയമ്മ, അമ്മായി, മൂത്തമ്മ, അയൽവ, ഇവരൊക്കെ വരുമ്പോൾ റൂമിൽ വാതിലടച്ച് റീൽസും തോണ്ടിയിരിക്കരുത്. എന്താണ് ഈ റീൽസ് എന്ന് പറഞ്ഞാൽ? റിയൽ ലൈഫല്ല, അത് റിയൽ ലൈഫാണ്, വേറെയാണ്. എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നതാണ്, എത്രയോ ആളുകളുണ്ട് റീലിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ കറങ്ങാൻ പോകുന്ന വീഡിയോ ഇടുന്ന ആൾക്കാർ. എന്നിട്ട് അതിൻ്റെ താഴെ കുറേ പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കും, ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത്. ഈ കറങ്ങാൻ പോകുന്ന ആൾക്കാരെ കണ്ടിട്ട്. അങ്ങനെ കറങ്ങാൻ പോയിട്ട് വീഡിയോസ് ഇടുന്ന വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇപ്പോൾ ഡൈവോഴ്സ്ഡ് ആണ്. എന്നിട്ട് അത് കണ്ടിട്ടാണ് ഇവരിങ്ങനെയാണ് ജീവിതം വേണ്ടതെന്ന് പറയുന്നത്. ഞാൻ തന്നെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഞാനിപ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് നമ്മൾ നന്നായി പെരുമാറേണ്ടത് എന്ന് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയാണെന്ന്. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഞാനാ പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ഞാൻ ചിലപ്പോൾ മോശപ്പെട്ട ആളാണെങ്കിലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സ്റ്റാറ്റസ് ഇങ്ങനെ പാളി നോക്കുക ചില ആൾക്കാരുടെ പണി. എന്നിട്ട് മൂത്തമ്മാൻ്റെ മോന് ഓളെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ പ്രശ്നം മൊത്തം തേച്ചും കലമ്പൽ തന്നെ. അതൊക്കെ ഒന്ന് മാറിയിട്ട് റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് ബാപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ, ഒന്നിച്ചിരുന്ന് ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജമാഅത്തൊക്കെ നിസ്കരിച്ച്, അതേപോലെ തന്നെ കുറച്ച് ദിക്റും കുറച്ച് സ്വലാത്തും കുറച്ച് ഖുർആൻ പാരായണമൊക്കെ ചെയ്ത് വിശുദ്ധമായ റമദാന വരുന്നത്. ഒരു നല്ല മനുഷ്യൻ, അള്ളാഹു നമ്മളോട്, റസൂലിനോട് സംസാരിച്ചതാ ഖുർആൻ. അപ്പോൾ അതൊക്കെ ഒരു 3, 4, 5 ഒക്കെ, കുറേ ഒന്നും വേണ്ട, ഒരു 5 ഖത്തമെങ്കിലും ചുരുങ്ങിയതൊക്കെ ഒന്ന് തീർത്ത്, ഒരു ഖത്തമ തീർക്കാത്തവരുണ്ടെങ്കിൽ ഈ മാസത്തിൽ 1 തീർക്കുക.
അടുത്ത മാസം ഒരു 2 എണ്ണം തീർക്കുക, എന്നിട്ട് റമദാനിൽ ഒരു 3 എണ്ണമെങ്കിലും തീർക്കുക. എൻ്റെ പരിചയത്തിലുള്ള പലരും ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ, ഇന്നതുപോലെ നാടന്മാരായ ആളുകൾ, പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാർ കുറേ ഹൈർ ചെയ്യും. സാധാരണക്കാരായ ഡോക്ടേഴ്സ്, സൈക്കോളജി മേഖലയിലുള്ളവർ, ബിസിനസ് ചെയ്യുന്ന എന്നെപ്പോലെ നാടന്മാർ 10ഉം 11ഉം 12ഉം 15 വരെ ഖത്മ് തീർക്കുന്നവർ, ഒരു ദിവസം 15 ജുസ് റമദാനിൽ ഓതുന്നവർ എനിക്കറിയാം. പ്രായമുള്ളവരല്ല, ഏതായാലും പ്രായമുള്ളവരുണ്ടാവും, ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ആൾക്കാർ, സാധാരണക്കാരായ ചെറുപ്പക്കാരായ ആളുകൾ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളങ്ങനെ ഓതാറുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഹൈറൊക്കെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവണം. മക്കളെ എപ്പോഴും മാതൃകയാക്കേണ്ടത് റസൂലിനെ ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരെ അവൻ മാതൃകയാക്കും, പിന്നെ അവൻ്റെ മുടി നീണ്ടുപോകും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ റസൂലുള്ളാഹിനെ മാതൃകയാക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമാ താരത്തെ മാതൃകയാക്കിയിട്ടുണ്ടാവും, ഡ്രസ്സ് അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും, പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ റസൂലിനെ മാതൃകയാക്കാത്തത് കൊണ്ടാണ്. ഫീഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഏതായാലും കുറേ പണ്ഡിതന്മാരൊക്കെ ഉള്ള കുറേയൊക്കെ നല്ല നല്ല കാരണവന്മാരും സരസിലും നേരത്തെ കുറേ നജീബ് ഉസ്താദ് അടക്കമുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ മറ്റു ഉസ്താദുമാരൊക്കെ സ്റ്റേജിലുണ്ട്, സരസിലും ഉസ്താദുമാരുണ്ട്, മുതല്ലിമീങ്ങളുണ്ട്, നല്ല നല്ല കാരണവന്മാരുണ്ട്. ഒരു നല്ലൊരു ബറക്കത്തുള്ള കുടുംബമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അങ്ങനെ ആവട്ടെ, അല്ലാഹു തആല അങ്ങനെ താക്കി തരുമാറാവട്ടെ. ഹാഷ് പോസ്റ്റ് പരിപാടികളും ആളുകൾ കാണാൻ വേണ്ടി കുറേ എന്തൊക്കെയോ നടത്തിക്കൂട്ടുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ നല്ല ഒരു കുടുംബ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ മൊബൈൽ അഡിക്ഷൻ, ഗാഡ്ജറ്റ് അഡിക്ഷൻ, അതേപോലെ തന്നെ മാനസികമായിട്ട് അകന്നു പോകുന്ന ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.